ഹായ് ഹലോ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ സാധാരണ രീതിയിൽ കുക്കിംഗ് റെസിപ്പീസൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലാണെങ്കിലും ലാസ്റ്റാണെങ്കിലും ഒരു ഇൻട്രോ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇൻട്രോ എനിക്ക് നേരിട്ട് തരാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പം അവിടെ കണ്ടിന്യൂസ് 3-4 ദിവസമായി അവിടെ ഒരു ഉത്സവം ആയതുകൊണ്ട് ഫുൾ ടൈം പാട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ അപ്പോൾ റെസിപ്പിയിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു പാക്കറ്റ് സേമിയ, വളരെ തിന്നായിട്ടുള്ള സേമിയ എടുക്കുക. അതുകൂടാതെ നമ്മുടെ സോയാബീൻ ഒരു ഗ്ലാസ് സോയാബീൻ കേട്ടോ, അത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ ഒരു വലിയ സവാള നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആ വലിയ സവാള ചെറിയ സവാള ആണെങ്കിൽ ഒരു 2 എടുക്കണം. പിന്നെ ഒരു 3 തക്കാളി കുഞ്ഞതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, അത് മുറിക്കാതെ മുഴുവനായിട്ട് തന്നെ വെക്കണം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി നമ്മുടെ ക്രഷ് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു 5 ചെറിയ ഉള്ളി ചതച്ച് വെച്ചത്, പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണോളം അതിൻ്റെ അടുത്തോളം നമ്മുടെ നല്ല മുളക് പൊടി, പിന്നെ കല്ലുപ്പ് ഒരു 1.5 സ്പൂൺ. ഇപ്പോൾ അത് പൊടിയുപ്പാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ എടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രം ഇട്ട് വീട്ടിൽ പൊടിച്ച് വെച്ച പൊടിയാണിത്. അപ്പോൾ ആ പൊടി, അത് അല്ലെങ്കിൽ ഗരം മസാല എടുക്കാം. ആ പൊടി ഒരു 1/2 ടീസ്പൂൺ എടുക്കുക. പിന്നെ മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ പുതിനയില അത് വളരെ കുറച്ച് എടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സാധനങ്ങൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാൻ ചെറുനാരങ്ങ പറയാൻ മറന്നുപോയി. ഒരു അര ചെറുനാരങ്ങ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പോൾ പാന് അടുപ്പിൽ വെച്ചു. ഇത് ആക്ച്വലി കുക്കറാണ് എൻ്റെ. അതിനകത്തേക്ക് 3 ടീസ്പൂൺ എന്ത് ചെയ്യുക, നെയ്യ് ഒഴിക്കുക. നെയ്യ് നല്ല രീതിയിൽ കുറച്ചൊന്നിങ്ങനെ മെൽട്ടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 50 മില്ലി ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല പാത്രങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കുക്കർ എടുത്തിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ഒരു കുറച്ച് എടുത്താൽ മതി, വളരെ കുറച്ച്. അതിട്ടിട്ട് ഒന്ന് താളിക്കുന്ന രീതിയിൽ അതിനകത്തേക്ക് ഇടുക. പിന്നെ നമ്മൾ സവാള മുറിച്ച് വെച്ചത് അതിനകത്തേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റണം. ഈ ഒരു സേമിയ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഏത് റെസിപ്പിയിലാണെന്നുണ്ടെങ്കിലും നോക്കിയാലും നമ്മൾ എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വഴറ്റുക, ആ വഴറ്റുന്നതിലാണ് ടേസ്റ്റ് വരുന്നത്. അപ്പം അത് നന്നായിട്ട് വഴറ്റുക. ആ വഴറ്റുന്നതിനോടൊപ്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അത് ഇങ്ങനെ വഴറ്റെടുക്കുക. അതിപ്പോൾ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അടുത്ത അമ്പലത്തിൽ പാട്ട് വെക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പിലാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാട്ട് വെക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചെറിയുള്ളി, ഒരു 5 ചെറിയുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് അതും നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചേർക്കണം, നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഈ വഴറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നന്നായിട്ട് വഴറ്റി എടുത്ത് നല്ല രീതിയിൽ, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്മിലാക്കിയിട്ട് വെക്കണം. സിമ്മിൽ വെച്ചിട്ട് വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ട് ഒരൊറ്റ രീതിയിൽ വഴറ്റി കഴിഞ്ഞാൽ ശരിയാവില്ല. ഓരോന്നിനും വഴറ്റുമ്പം ഓരോരോ ടൈമിംഗ് ആണ് അതിന്. അപ്പോൾ അതനുസരിച്ച് ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് വഴറ്റണം. അത് കഴിഞ്ഞ് പച്ചമുളക് 3 ഇട്ടു. അത് നന്നായിട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വഴറ്റി നല്ല രീതിയിൽ വഴറ്റുക. അങ്ങനെ വഴറ്റിക്കൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി അരച്ച് വെച്ചതാണ്. ഇഞ്ചി ഫസ്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ പിടിക്കും, പിന്നെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇഞ്ചി നന്നായിട്ടിട്ട് വഴറ്റുക. അങ്ങനെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം അതിൻ്റെ പച്ചമണം ശരിക്കും മാറണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുതിന ഇലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇങ്ങനെ വഴറ്റി കൊടുത്ത് അതിനുശേഷം പൊടികളൊക്കെ ചേർക്കുക. ഈ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ, അതായത് ഈ പൊടികൾ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് കൊണ്ട് സിമ്മിൽ വെച്ചിട്ട് അത് പൊടിയിട്ട് വഴറ്റുക കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും സാധനം ഇട്ടത് മുഴുവൻ വേസ്റ്റായി പോവും. അതുകൂടാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും.
അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി 3 എണ്ണം ചെറുതായിട്ട് മുറിച്ച് വെച്ചത് അതിട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റുക. വീണ്ടും നന്നായിട്ട് വഴറ്റണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ സോയാബീൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ഈ സോയാബീൻ എടുക്കണമെങ്കിൽ. വെള്ളം ഉണ്ടാവും നന്നായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ 2 കൈ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അമർത്തിയിട്ട് വേണം, അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ടായിരിക്കണം ഈ സോയാബീൻ ഇട്ടിട്ട് വഴറ്റേണ്ടത്. അപ്പോൾ ഈ വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഉപ്പും മുളകും അതെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. അത് പിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മല്ലിയില ലാസ്റ്റ് ചേർക്കാനുള്ളത് മല്ലിയിലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇങ്ങനെ വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മുടെ നാരങ്ങ എടുത്ത് വെച്ചത്, അര നാരങ്ങ മതിയേ, ഒരു ചെറിയ നാരങ്ങയുടെ അര നാരങ്ങയുടെ നീര്, അപ്പോൾ അതും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റുക. അതിന് ശേഷം ഒരു 1/2 ലിറ്റർ, അതായത് ഒരു 500 മില്ലി വെള്ളം അതിനകത്തേക്ക് ചേർക്കുക. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വേറെ പാത്രം ഏതെങ്കിലും ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടിയെടുക്കേണ്ടി വരും, വളരെ കുറച്ചൊന്ന് കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടാണ് അത്രയും 1 കപ്പ് വെള്ളം മതി. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ സേമിയ ഇങ്ങനെ നല്ല വിതറി ഇടണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട് ഒന്നിച്ചങ്ങിട്ട് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കട്ടയായിട്ട് ഒരു വശത്ത് കൂടി നിൽക്കും. അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിതറി ഇടുക. അങ്ങനെ വിതറിയിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചില സ്ഥലങ്ങളിൽ മസാല പിടിക്കില്ല, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വേവാതെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്ന കാരണം ഉള്ളതുകൊണ്ട് നമ്മളതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാം എല്ലായിടത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അങ്ങനെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വേവാകും. അത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സിമ്പിളായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ നിങ്ങളതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് വേറെ എന്താ പറയാനുള്ളത്, എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Tata, bye bye, see you, thank you so much, Tata.